നല്ല മുരിഞ്ഞ പൊറോട്ടയും ബീഫ് ഫ്രൈയും പിന്നെ നല്ല കല്ലുമ്മക്കായ ബിരിയാണിയൊക്കെ കിട്ടുന്ന ഒരു സ്പോട്ടിലേക്കാണ് നമ്മളിന്ന് വന്നത്. അവിടുത്തെ മെയിനായിട്ട് ഈ കാണുന്ന കല്ലുമ്മക്കായ ബിരിയാണിയാണ്. കല്ലുമ്മക്കായ ബിരിയാണി അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു, നല്ല ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഉണ്ട്, മസാലയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മസാലയായിരുന്നു. പക്ഷേ നമുക്ക് കൂടുതലൊരു ബിരിയാണി കഴിക്കുന്നതിനെക്കാട്ടിയും കൂടുതലായിട്ട് നമുക്കൊരു നെയ്ച്ചോറും ഈ കല്ലുമ്മക്കായ മസാലയൊക്കെ ഇട്ട് വരട്ടിയ ഒരു സാധനം കൂട്ടി കഴിക്കുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുക. പിന്നെ അതിലെ പീസിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഒരു ബിരിയാണി തന്നെ നമുക്ക് ഒരു 7-8 പീസൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ലാവിഷായിട്ട് കഴിക്കാൻ പറ്റുമേ. നമ്മൾ എന്നിട്ട് അച്ചാറും കച്ചമ്പറും കാര്യങ്ങളൊക്കെ വെച്ചൊന്ന് കഴിച്ചു നോക്കിയേ. അതൊക്കെ കൂട്ടി കഴിക്കാൻ അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത അവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള ബീഫ് ഫ്രൈ ആയിരുന്നു. ബീഫ് ഫ്രൈൻ്റെ കേസ് പറയുന്നതെങ്കിൽ ഞാൻ കല്ലുമ്മക്കായ ബിരിയാണിയെക്കാട്ടിയും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്ന അവിടുത്തെ ബീഫ് ഫ്രൈയും പൊറോട്ടയും കഴിക്കാൻ വേണ്ടിയിട്ടാണ്. പൊറോട്ട നല്ല ചൂട് നല്ല ക്രിസ്പി ആയിട്ടുള്ള പൊറോട്ടയാണ്. അതെന്തായാലും അവിടുത്തെ മിസ്സാക്കാൻ പറ്റാത്തൊരു സാധനമാണ് അവിടുത്തെ പൊറോട്ടയും പിന്നെ ബീഫ് ഫ്രൈയും. നല്ല സോഫ്റ്റ് കുക്കായിട്ടുള്ള ബീഫും ആ ഒരു പൊറോട്ടയും വെച്ചൊന്ന് കൂട്ടി കഴിക്കാൻ ഒരു രക്ഷയില്ല കേട്ടോ. അവരുടെ പൊറോട്ടയും ബീഫ് ഫ്രൈ ഒരു മസ്റ്റ് ട്രൈ ഐറ്റമായിട്ട് പറയാൻ പറ്റുമെങ്കിലും കല്ലുമ്മക്കായ ബിരിയാണി കുറച്ചൊരു ഓവർ ഹൈപ്പായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മളെ സ്പോട്ട് വരുന്ന മാർക്കറ്റിലുള്ള അറഫ റെസ്റ്റോറൻ്റ് ആണ്.